ഈ സിനിമാ അഭിനയങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങ് ഈ കഥകളി പഠിച്ചിട്ടുണ്ടോ? സിനിമാ അഭിനയം തുടങ്ങുന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ്. കഥകളി അതിനു മുമ്പ് തുടങ്ങി. ഒരു 15-16 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. സിനിമ എനിക്ക് 22 വയസ്സിന് ശേഷമാണ്. മനസ്സിന് സന്തോഷവും ആരോഗ്യവും അതിനനുവദിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമല്ല, ഇത് കാണുന്ന ആളുകളുടെ സന്തോഷമാണ് പ്രധാനം. നമുക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളിൽ പലരും 78-ാം വയസ്സിൽ എന്ത് ചെയ്യും? പെൻഷൻ പറ്റിയും രോഗവും മടിയും ഒക്കെയായി വീട്ടിൽ വിശ്രമിക്കും അല്ലേ? ചിലപ്പോൾ കിടപ്പ് രോഗികളാകാം. എന്നാൽ 78-ാമത് വയസ്സിലും കഥകളി തൻ്റെ ജീവിതം മുഴുവൻ കലയ്ക്കും സിനിമയ്ക്കുമായി സമർപ്പിച്ച നടൻ ബാബു നമ്പൂതിരിയുടെ ഇന്നത്തെ വിശേഷങ്ങളിലൂടെ. വാർദ്ധക്യം, അതും 78-ാമത് വയസ്സിൽ, അത് മനസ്സിനെ ബാധിക്കുന്നില്ല. മണിക്കൂറുകൾ വേദിയിൽ നിറഞ്ഞും വേഷത്തിൽ തുടർന്നും കഥകളി 76 വയസ്സിലും ബാബു നമ്പൂതിരി ചെയ്യണമെങ്കിൽ എല്ലാ ആദരവോടും കൂടി നമ്മൾ ബാബു നമ്പൂതിരിയെ നമിക്കുക തന്നെ വേണം. കൊല്ലം മുഖത്തല ക്ഷേത്രത്തിലാണ് നടൻ ബാബു നമ്പൂതിരി കഥകളിക്കായി എത്തിയത്. തൻ്റെ 16-ാമത്തെ വയസ്സിൽ കഥകളി തുടങ്ങി. രസതന്ത്രത്തിൽ ബിരുദവും 3ാം റാങ്കോടെ മാസ്റ്റർ ബിരുദവും നേടിയ ബാബു നമ്പൂതിരി തൻ്റെ ആദ്യ തൊഴിലും ജീവിതമാർഗവുമായ ശാന്തിക്കാരൻ ജോലി തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ചിറയിൽ ഗണപതി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്തിരുന്നു. 1947 ഓഗസ്റ്റ് 12-ന് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിനടുത്ത് മണ്ണയ്ക്കനാട് കാഞ്ഞിരക്കാട്ട് മനയിൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെയും സരസ്വതിയുടെയും മകനായി ജനിച്ചു. ഋഷികേശൻ നമ്പൂതിരി എന്നതാണ് യഥാർത്ഥ പേര്. മലയാള സിനിമാ സീരിയൽ രംഗത്തെ നിറസാന്നിധ്യം കൂടിയായ ഈ വലിയ നടൻ താൻ കടന്നുവന്ന വഴികൾ മറക്കാതെ 78-ാമത്തെ വയസ്സിലും ജൈത്രയാത്ര തുടരുകയാണ്. 104ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ സീരിയലുകൾ അനേകമാണ്. ശ്രീ ബാബു നമ്പൂതിരിയിലേക്ക്. ഈ അവസരത്തിലാണ് ആരംഭിക്കുന്നതാണ്. നേരത്തെ ആമുഖമായി സാർജനം പറഞ്ഞതുപോലെ അധികം വൈകാതെ തന്നെ, വളരെ വൈകാതെ തന്നെയാണ് ഈ കഥകളി അവതരിപ്പിക്കുവാനുള്ള സമയക്രമം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ആസ്വദിക്കുവാനുള്ള ഒരു സമയം അതുകൂടി കണക്കുകൂട്ടിയാണ് നേരത്തെ തന്നെ കഥകളി തുടങ്ങി.
ഏത് ക്ഷേത്രത്തിലാണ് ഇന്ന് വേഷം? അത് മുഖത്തല മുരഹരി ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. വളരെ പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമുണ്ട് കൊല്ലം ജില്ലയിൽ, അവിടെയാണ്. ഈ സിനിമാ അഭിനയങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങ് ഈ കഥകളി പഠിച്ചിട്ടുണ്ടോ? സിനിമാ അഭിനയമൊക്കെ തുടങ്ങുന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ്. കഥകളി അതിന് മുമ്പ് തുടങ്ങി. ഒരു 15-16 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. സിനിമ എനിക്ക് 22 വയസ്സിന് ശേഷമാണ്. ഈ പ്രായത്തിലും കഥകളി ചെയ്യുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷവും ആരോഗ്യമൊക്കെ അതിനനുവദിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമല്ല, ഇത് കാണുന്ന ആളുകളുടെ സന്തോഷമാണ് പ്രധാനം. നമുക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മുഖത്തല മുരഹരി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് കർണശബ്ദത്തിലെ കുന്തി എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പോൾ കുന്തി ഒരു എന്താ പറയണ്ടേ, ഒരു ചെറുപ്പക്കാരിയല്ല. കർണൻ മൂത്ത മകൻ, ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ 5-6 പേരുടെ അമ്മയാണ്. അത് നല്ല നല്ല ഒരു 10-20 വയസ്സിന് മുകളിൽ പ്രായമുള്ള 6 പേരാണ്. ഏറ്റവും നകുൽ സഹദേവൻ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഒരു 2-3 വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ ഒരു അമ്മയായിട്ടാണ്. അപ്പോൾ ഇയാൾ കുറച്ച് പ്രായമൊന്നുള്ള സ്ത്രീയാണ്, വിവേകമുള്ള സ്ത്രീയാണ്. തുടർന്നും കഥകളി വേദികളിൽ അവതരിപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെയൊന്നും ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഇത് കണ്ടിട്ട് വിലയിരുത്തുന്ന ആളുകൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അത് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യും, അത് ചെയ്യാൻ പറ്റും. പിന്നെ കഥകളിയിൽ ഞാനൊരു അവിഭാജ്യ ഘടകമൊന്നുമല്ല. കാരണം സിനിമയുടെ ഒരു മേൽവിലാസം കൂടി ഉള്ളത് കൊണ്ട് ചിലർ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ അത്രയൊക്കെ ഉള്ളൂ. സിനിമ അഭിനയമല്ലെങ്കിലും കലയിൽ തന്നെ ഉറച്ചേക്കും, നാടകമായിട്ടോ അല്ലെങ്കിൽ കഥകളിയായിട്ടോ അങ്ങ് തുടർന്ന് പോകുമെന്നാണ്. നാടകത്തിൽ കൂടിയാണ് ഞാൻ സിനിമയിൽ വന്നത്. 81 നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കും. അവിടെ നിന്നൊരാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നാടകത്തിൽ പിന്നെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഒരു നാടകം ഞാൻ ചെയ്തു. ഇപ്പോൾ പ്രൊഫഷണൽ നാടകമല്ല, മറ്റേത് പ്രൊഫഷണൽ നാടകമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാടകത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നാടകത്തിൻ്റെ സ്റ്റൈലിൽ ഉള്ള നാടകങ്ങളല്ല നമ്മുടെ ഒരു ചിന്ത. സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ നിർത്തപ്പെട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും അവസരത്തിന് താങ്കൾക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് മാറി നിന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സിനിമയിലും നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കരുതല്ലോ. ഓ, അപ്പോൾ പിന്നെ എന്നെ പറ്റുന്ന വേഷങ്ങളുണ്ടെങ്കിൽ അവർ വിളിക്കും. അല്ല, ഇപ്പോഴത്തെ സിനിമകളിൽ മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും ഒന്നും ഇപ്പോൾ കാണാറില്ല. അതിപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ഇതാണ്, മുത്തച്ഛനില്ല, മുത്തശ്ശിയില്ല, അതുപോലെ അമ്മാവനില്ല, അമ്മായിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറിയല്ല, അങ്ങനെയുള്ള കഥയല്ല അവരെടുക്കുന്നത്, വേറൊരു കഥയാണ്. ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന്, അതായത് ഒരു കോളേജ് ആയിട്ടുള്ളതുണ്ടല്ലോ, 18-20 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. അവരാണ് ഓഡിയൻസിന് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ ഇത് മലയാളത്തിൽ മാത്രമല്ല, മറ്റ് സിനിമ, തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലും മറ്റേ തെലുങ്ക് സിനിമയിലും ഒക്കെ ഉണ്ട് ഈ പ്രവണത. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സമൂഹത്തിൽ കുടുംബത്തിൽ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ലെന്നൊരു തോന്നൽ കൊണ്ടായിരിക്കുമോ ഈ തലമുറക്കാർക്ക് ഇങ്ങനെയുള്ള പുതുതലമുറയിൽ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നത്? മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും പ്രാധാന്യം സമൂഹത്തിലില്ലേ ഇപ്പോൾ? അതങ്ങനെ പറയാൻ പറ്റിയല്ല. കാരണം അവർ ഇപ്പോഴത്തെ നിലയ്ക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് സബ്ജക്റ്റാണെന്ന് വെച്ചാൽ അത് വെച്ച് സിനിമ എടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് അവരുടേതായ കഥകളാണ് വേണ്ടത്. അത് ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മായിയുടെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും അതിലൊന്നും നല്ല കഥകളല്ല വേണ്ടേ. അതുകൊണ്ട് ആ ജാതി എടുക്കുന്നു, അത് ഓടുന്നു. അപ്പോൾ അങ്ങയുടെ പ്രകടനം, ഈ കഥകളി പ്രകടനം കാണാൻ മുഖത്തലയിലുള്ളവർ കാത്തിരിക്കുകയാണ്. അങ്ങയുടെ പ്രകടനം കാണാം. നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം. ഓക്കെ, നന്ദി, നമസ്കാരം.